അരുവിക്കര തെരഞ്ഞെടുപ്പോടെയാണല്ലോ സുരേഷ് ഗോപി ബി.ജെ.പിക്കൊപ്പം ചേർന്നത്. എന്നാൽ കഴിഞ്ഞ 15 വർഷമായി ബി.ജെ.പിയിലുണ്ട് എന്നാണ് അണ്ണൻ ഇപ്പോൾ വാദിക്കുന്നത്. നിലപാടുകൾ സ്വീകരിക്കാതെ ബി.ജെ.പി പറ്റിച്ചാൽ അതിനകത്തു നിന്ന് പോരാടാൻ താനുണ്ടെന്നും സി.കെ. ജാനുവിനെ അനുവദിക്കില്ല എന്നും കൂടി ആക്ഷൻ ഹീറോ പ്രഖ്യാപിക്കുന്നു. ഞാൻ ബി.ജെ.പിക്കുള്ളിൽ എൻ.ഡി.എക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എൻ.ഡി.എക്കെതിരെ പോരാടും എന്ന് പ്രഖ്യാപിച്ച സഹോദരി ജാനുവിനോട് എനിക്കുള്ള അപേക്ഷ, അതിന് പോരാടാൻ അവർക്ക് മുമ്പേ ഒരു 15 വർഷം മുമ്പേ തയ്യാറെടുത്ത് വന്ന ഒരു മനുഷ്യനുണ്ട് ഇവിടെ. അത് തീർച്ചയായിട്ടും ആ നിർവഹണം ഞാൻ നടത്തിയിരിക്കും. അതിനുവേണ്ടി സി.കെ. ജാനു യുദ്ധം ചെയ്യേണ്ടി വരില്ല. സുരേഷ് ഗോപി അവസരത്തിന് അനുസരിച്ച് രാഷ്ട്രീയ മാറ്റം നടത്തുന്നയാളാണ് എന്ന് ശത്രുക്കൾ പറയാറുണ്ട്. ഇനിയിപ്പോൾ MP ആയ സ്ഥിതിക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകില്ല. എന്നാൽ ബി.ജെ.പിയിൽ ചേർന്ന് നിൽക്കുമ്പോഴും താൻ VS അച്യുതാനന്ദന്റെ ആരാധകനാണ് എന്ന വാദം ഇപ്പോഴും ഉയർത്തുന്നു. സഖാവ് VS അച്യുതാനന്ദൻ ഇപ്പോഴും ഇഷ്ടപ്പെട്ട വ്യക്തി തന്നെയാണ്, അത് അങ്ങനെ തന്നെ തുടരും. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം അടക്കമുള്ള വളരെ ഉന്നതരായ മാർക്സിസ്റ്റ് പാരമ്പര്യം പുലർത്തുന്ന ഒരാൾക്ക് പോലും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ UDFന്റെ അറുതി വരുത്തുന്നതിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്തില്ലെങ്കിലും ഉമ്മൻചാണ്ടി ഒരിക്കൽ കൂടി VSനോട് തോറ്റിരിക്കുന്നു. VSന്റെ നാവ് കൂട്ടിക്കെട്ടാൻ കോടതിയിൽ പോയ ചാണ്ടിക്കിത പിഴച്ചു പോയിരിക്കുന്നു. സോളാർ കേസും സരിത കേസും ഒക്കെ പറഞ്ഞ് അപകീർത്തിപ്പെടുത്തുന്നു എന്നും VSന്റെ നാവടക്കണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ അപേക്ഷ കോടതി തള്ളിക്കളഞ്ഞു. അപ്പോഴേക്കും ദൃശ്യങ്ങളുമായി അതാ സരിതയും വരുന്നു. ഉമ്മൻചാണ്ടി പെട്ടുപോയിരിക്കുന്നു. അതിന്റെ കൊട്ടിക്കലാശങ്ങളാണ് നാളെ കാണാനുള്ളത്. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.